ശുക്ലം യോനിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് വളരെ സാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ്. സ്രവിക്കപ്പെട്ട സെമൻ പുറത്തേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ കുട്ടികളാവാതിരിക്കുമോ? സാധാരണഗതിയിൽ പുരുഷന്മാരെ സ്രവിക്കപ്പെടുന്ന ബീജങ്ങൾ അല്ലെങ്കിൽ സെമൻ പൂർണ്ണമായിട്ടും സ്ത്രീകളുടെ യോനിയിൽ നിൽക്കില്ല. സ്ത്രീകളുടെ മൂവ്മെന്റിനനുസരിച്ചും പുറത്തേക്ക് ഒഴുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ചില പുരുഷന്മാരിൽ ബീജങ്ങളുടെ എണ്ണം നന്നേ കുറവായിരിക്കും, അതല്ലെങ്കിൽ ബീജങ്ങളിൽ ആക്റ്റീവായിട്ടുള്ള ബീജങ്ങൾ കുറവായിരിക്കും. അപ്പോൾ തന്നെ സ്രവിക്കപ്പെടുന്ന ബീജങ്ങൾ പരമാവധി സ്ത്രീകളുടെ യോനിയിൽ കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്രവിക്കപ്പെട്ട സെമൻ പരമാവധി സ്ത്രീകളുടെ യോനിയിൽ നിലനിർത്തുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബീജം സ്രവിക്കപ്പെടുന്ന പൊസിഷൻ കുറച്ചു നേരം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബീജങ്ങൾ സ്രവിക്കപ്പെട്ട ഉടനെ തന്നെ പുരുഷന്മാർ അവരുടെ ലിംഗം പുറത്തേക്ക് എടുക്കാതിരിക്കുക, കുറച്ചു നേരം അങ്ങനെ ആ പൊസിഷനിൽ കീപ്പ് ചെയ്യുക. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ ബന്ധപ്പെടുന്ന പൊസിഷനാണ്. നീച്ചസ്റ്റ് പൊസിഷനിൽ സ്ത്രീകൾ നിൽക്കുന്നതാണ്. അവരുടെ നെഞ്ചിന്റെ ഭാഗം ബെഡിലേക്ക് ചേർന്ന് നിൽക്കുകയും മുട്ടിൽ കുത്തി നിന്നിട്ട് പുരുഷന്മാർ പുറകിൽ നിന്ന് ബന്ധപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കൂടുതൽ സിമൻ അല്ലെങ്കിൽ ബീജങ്ങൾ യോനിയിൽ തന്നെ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.